കിരണിനോടുള്ള സഹതാപത്തെക്കാളും സ്നേഹത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് എന്റെ മനസ്സിൽ ചെറിയച്ചന്റെ സ്ഥാനം. ആരോരും ഇല്ലാത്തൊരു അനാഥനോട് കാണിക്കുന്ന സഹതാപവും സ്നേഹവും മാത്രമായിട്ട് ഞാൻ കിരണിനോട് കാണിക്കുന്ന സ്നേഹത്തെ ചെറിയച്ചൻ കണ്ടാ മതി. ആ മഹിയേട്ടാ, മഹിയേട്ടന്റെ ഡ്രസ്സെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോ കൊണ്ടുപോകാൻ ഇതൊക്കെ മതിയൊന്ന് നോക്കണം. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തു വെച്ചാൽ മതി. എന്തു പറ്റി? എന്താ മുഖമൊക്കെ വല്ലാത്ത പോലെ? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ തലവേന. ഓ, അതിൻ്റെ ഒരു അസ്വസ്ഥതയാവും. അത് മാറിക്കൊള്ളും. മരുന്ന് എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട. ഒരു കാപ്പി കിട്ടിയേ കൊള്ളായിരുന്നു. ആ, ഞാനിപ്പോ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം. ആ ചെറിയച്ച, ദേ ഈ ഫയലൊക്കെ ഒന്ന് സൈൻ ചെയ്യണമായിരുന്നു. അവിടെ എന്താ ചെറിയച്ച, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. എന്റെ ടെൻഷൻ ഇപ്പൊ നീയാണ് പൂർണിമ. നീ എന്തിനാ കിരൺ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇന്ന് ഭക്ഷണം വാരി കൊടുത്ത കാര്യം തന്നെ ഞാൻ പറയുന്നത്. മോളെ, നീ അങ്ങനെയൊക്കെ ചെയ്താ കിരണെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയൊക്കെ ആവില്ലേ? അവന്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെല്ലാം തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്ത വരില്ലേ? അത് ചെറിയച്ച, കിരണിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവനെന്റെ അനുജൻ തന്നല്ലേ. ചെറിയച്ച, പൃഥ്വിക്ക് എന്തേലും ഒരു വിഷമം വന്നാ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ? പൃഥ്വിയെ പോലെ തന്നെയല്ലേ ചെറിയച്ച നമുക്ക് കിരണും. സത്യത്തിൽ കിരൺ എന്ത് തെറ്റാ ചെറിയച്ച ചെയ്തേ? ഈ ഒറ്റപ്പെടലും വിഷമവും ഒക്കെ അനുഭവിക്കാൻ അവനായിട്ട് ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും ചെറുപ്പം മുതൽ അവൻ എന്തൊക്കെ സഹിച്ചു.
ആ വേദന കിരൺ പറയുന്നത് കേട്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മോളെ? അയ്യോ, ഒരിക്കലുമല്ല ചെറിയച്ച. കിരണിനോടുള്ള സഹതാപത്തെക്കാളും സ്നേഹത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് എന്റെ മനസ്സിൽ ചെറിയച്ചന്റെ സ്ഥാനം. ആരോരും ഇല്ലാത്തൊരു അനാഥനോട് കാണിക്കുന്ന സഹതാപവും സ്നേഹവും മാത്രമായിട്ട് ഞാൻ കിരണിനോട് കാണിക്കുന്ന സ്നേഹത്തെ ചെറിയച്ചൻ കണ്ടാ മതി. ആരുമില്ലാത്തവരൊക്കെ സ്നേഹിക്കാനും വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനും ഒക്കെ ഇവളാരാ? ഇങ്ങനെ പോയാ ഇവിടുത്തെ സ്വത്തുക്കളടക്കം പലതും പൂർണിമ കിരണിനും ദുർഗയ്ക്കും എഴുതി കൊടുക്കും. എന്റെ മകൻ അനുഭവിക്കേണ്ടതൊന്നും മറ്റാർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ കിരണിനെയും ദുർഗയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതിനുവേണ്ട വഴികൾ ഉടനെ കണ്ടെത്തണം. എന്നാലും കുട്ടനെ ആരാ ഇങ്ങനെ തല്ലിയെന്നാ ഞാൻ ആലോചിക്കുന്നേ. പോലീസുകാരോട് ശത്രുത വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? മനസ്സറിയാത്ത തെറ്റുകൾക്ക് പോലും പോലീസുകാരുടെ പഴി കേൾക്കേണ്ടി വരും. അതവരുടെ ജോലിയുടെ ഭാഗമല്ലേ? അത് ശരിയാ. ജയശ്രീ അനുഭവിച്ചതെല്ലാം അവള് ചെയ്യാത്ത തെറ്റിനായിരുന്നില്ലേ? ഓരോ ജോലിക്കും അതിൻ്റെതായ നല്ല വശവും മോശം വശവും ഉണ്ട്. അതെല്ലാം അനുഭവിക്കാൻ ആ ജോലി ചെയ്യുന്നവൻ വിധിക്കപ്പെട്ടവരാണമ്മേ. ശരിയാ. എന്നാലും കുട്ടനൊരു പാവല്ലേ. അവന്റെ പെരുമാറ്റവും രീതികളൊക്കെ വെച്ചിട്ട് അവനെ തല്ലാൻ ആർക്കെങ്കിലും തോന്നുവോ? തോന്നും. അയാളോട് സംസാരിച്ചാലേ ആർക്കായാലും രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. ഈ എനിക്ക് തന്നെ എത്ര വർഷം തല്ലാൻ തോന്നിയിട്ടുണ്ട്. ഓഹോ, എന്നിട്ട് നീ എന്താ തല്ലാതിരുന്നേ? എന്നിട്ട് വേണം പോലീസ് തന്നെ തല്ലിന്ന് പറഞ്ഞോണ്ട് എന്നെ പിടിച്ചങ്ങ് ജയിലിലിടാൻ. ആ, അപ്പൊ പേടിയുണ്ട്. ഇത് പേടിയല്ല, വരും വരായിക ചിന്തിക്കാനുള്ള ബുദ്ധിയാണ്. മനസ്സിൽ നമുക്ക് പല ആഗ്രഹങ്ങളും തോന്നും. അതെല്ലാം അതുപോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റോ? ഇല്ലല്ലോ. പക്ഷേ ചിലരൊക്കെ അത് മനസ്സിലിട്ട് അവസരം കാത്തിരുന്ന് അത് കിട്ടുമ്പോ കാര്യം സാധിക്കും. അങ്ങനെ ആരോ അവസരം ഉപയോഗിച്ചതാ കുട്ടൻപിള്ളയ്ക്ക് കിട്ടിയ സമ്മാനം. നീയൊക്കെ ചിരിച്ചോ? ഒരാൾക്കൊരാപത്ത് വരുമ്പോ അതൊക്കെ കണ്ട് ചിരിക്കുന്നവർക്ക് അതേ രീതിയിൽ തന്നെ ഈശ്വരൻ പണി തരും. ആ